രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചാനലുകളൊക്കെ കാണും. കാരണം രണ്ട് കാരണം ഒന്ന് നമ്മുടെ നമ്മളൊരു രണ്ട് ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ ചാനലാണെങ്കിൽ വന്ന് അതിനകത്തേക്ക് ഈ വിഷയങ്ങൾ വേണം, നമ്മൾ പറയുന്ന വിഷയങ്ങൾ തെറ്റിപ്പോകരുത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ എടുത്ത്. കാരണം ഇന്നലെ നോക്കൂ, നമ്മൾ സുഭാഷിതൻ ചാനലാണ് ആദ്യമായി പറഞ്ഞത് വാസുകിയുടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമവശവും റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യമായി ഒരു ഡിജിറ്റൽ ചാനലോ സാറ്റലൈറ്റ് ചാനലോ പറയുന്നത് സുഭാഷിതൻ ചാനലായിരുന്നു. അതിനുശേഷം അത് മാതൃഭൂമി ചാനൽ മറ്റുള്ളവരെല്ലാം പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ എടുത്തു എന്നല്ല. പക്ഷേ സീക്വൻസ് നോക്കുമ്പോൾ ആദ്യമായി യൂട്യൂബിലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യമായി ഇതിനെ സംബന്ധിച്ച്, ഇതിൻ്റെ നിയമവശങ്ങളെ സംബന്ധിച്ചും റൂൾസ് ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ചും വീഡിയോ ചെയ്തത് സുഭാഷിതൻ ചാനലാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് ചാനലുകളിലേക്ക് മാതൃഭൂമി പിന്നെ ചെയ്തു. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റ് ചാനലുകൾ വന്നത്. ഞാനീ പറഞ്ഞ ഒന്ന് നമ്മളെ നിർത്ത കഥ പറയാനല്ല. പക്ഷേ ഇങ്ങനെ ചാനൽ കാണുമ്പോൾ ഏഷ്യാനെറ്റ് ചാനലിലെ വിനൂബി ജോണിൻ്റെയും അഭിജോതിൻ്റെയൊക്കെ വീഡിയോ, നമ്മുടെ ഈ പിന്നെ ഇതുണ്ടല്ലോ സുരേഷിൻ്റെയൊക്കെ ഇത് എന്താണ് കവർ സ്റ്റോറി കാണാനൊരു സാധ്യതയുണ്ട്. കാണും അവരുടെ പരിപാടി, ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടി നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഏഷ്യാനെറ്റിൻ്റെ 8 മണിക്കുള്ള ചർച്ച ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ യാദൃശ്യമായി ഇങ്ങനെ പല ചാനലുകളും അടിച്ചുപോയ കൂട്ടത്തിൽ അവിടെ എത്തിയപ്പോഴാണ് വളരെ കൃത്യമായി നമ്മുടെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇരുന്ന് അടിച്ച് കയറുകയാണ് അവിടെ. ഹരീഷ് വാസുദേവൻ ഒരു വക്കീലല്ലേ? വക്കീൽ നിയമം പറയണ്ടേ? വക്കീൽ പറയണ കേട്ടപ്പോൾ തോന്നി ഇന്ത്യ പാകിസ്ഥാൻ കരാർ പോലെ ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്, കേരള സർക്കാർ. ആ കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ആ കരാർ ഉണ്ടാക്കിയത് ഇവിടുത്തെ സകലവിധ ജനങ്ങളുമായി, ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളുമായി ചർച്ച ചെയ്ത് പിന്നെ അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ മന്ത്രിമാരുമായി മുഖ്യമന്ത്രിയുമായി, മന്ത്രിമാരുമായി, CPI-യുമായി, പൊതുജനങ്ങളുമായി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അദ്ദേഹം പറഞ്ഞ വാക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്നാണ്. സകല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തിട്ട് ഒപ്പുവയ്ക്കണമെന്ന്. എൻ്റെ പൊന്ന് ഹരീഷ് വാസുദേവേ, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കൂ. ഇതൊരു കരാറല്ല. അങ്ങനെ കേരള സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ കരാറുകളില്ല, കോൺട്രാക്റ്റുകളില്ല. കോൺട്രാക്റ്റ് വയ്ക്കാൻ രണ്ട് രാജ്യമല്ല. കോൺട്രാക്റ്റ് എവിടെയാണ് വരുന്നത്? ADB, വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പ്രോജക്റ്റുകളിന് പൈസ എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കരാർ വയ്ക്കും. സബ്സിഡിയറി എഗ്രിമെൻറ്റ് പോലെയൊക്കെ സ്റ്റേറ്റും വയ്ക്കാറുണ്ട്. വേൾഡ് ബാങ്ക് പ്രോജക്റ്റിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ മെയിൻ കരാർ വയ്ക്കുന്നത് രാജ്യങ്ങൾ തമ്മിലാണ്. രാജ്യവും ADB-യും തമ്മിലാണ്. ADB-യും വേൾഡ് ബാങ്കും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലാണ്. അല്ലാതെ എടുക്കുന്ന രാജ്യവും തമ്മിലാണ്. ലോൺ എടുക്കുന്ന രാജ്യവും തമ്മിലാണ്. എന്നിട്ട് ഏത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ രാജ്യം എടുക്കുന്നത് ആ സംസ്ഥാനത്തിന് സബ്സിഡിയറി എഗ്രിമെൻറ്റുകൾ വയ്ക്കും. പക്ഷേ മെയിൻ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് അവിടെ രാജ്യവും സോവർണിറ്റി ഉള്ള രാജ്യവും വേൾഡ് ബാങ്ക് ADB-യും വേണ്ട. അതാണ് കരാർ. ഇതല്ല MOU ആണ്. MOU എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു ധാരണാപത്രമാണ്. കരാറാണെങ്കിൽ കടുകട്ടിയാണ്. ലംഘിച്ചാൽ കോടതി പോകാം, വലിയ പ്രശ്നമാണ്. MOU ലംഘിച്ചാൽ കോടതി പോകാൻ പറ്റില്ല. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മറ്റൊരു MOU ഒപ്പുവെച്ചു. MOU-ലെ കാര്യങ്ങളൊന്നും കേരള സർക്കാർ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനും കോടതി പോകാൻ പറ്റത്തില്ല. MOU-ലുള്ള കാര്യം വെച്ചുകൊണ്ട് ഇതൊരു ധാരണാപത്രം മാത്രമാണ്. എന്താണ് ധാരണ? 82 പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാവുന്നുണ്ട്. എൻ്റെ പൊന്നു ഹരീഷ് വാസുദേവേ, അഭിജോത് കേട്ടപ്പോൾ സങ്കടം തോന്നി. ഇതാരെങ്കിലും ഒന്ന് ഹരീഷ് വാസുദേവന് അയച്ചു കൊടുക്കണേ, അതുപോലെ അഭിജോതിന് അയച്ചു കൊടുക്കണേ. പിന്നെ എന്തായാലും വേറെ രണ്ടുപേരും കൂടി പങ്കെടുത്തു. ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് FKCTO എന്ന ഒരു സംഘടനയിലെ ആളും പങ്കെടുത്തു, വേറെ ഒരാൾ പങ്കെടുത്തു. ഈ 3 പേരോടും പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചർച്ചയാണ് നടത്തിയത്? പൊട്ടത്തരമാണ്. ഇന്നലെ നിങ്ങളുടെ അഭിജോതിൻ്റെ ഇന്നലത്തെ ചർച്ച ലോഹ പൊട്ടത്തരമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അങ്ങനെ കരാറില്ല. ഒന്നാമതായി MOU ആണുള്ളത്. MOU-ൽ തന്നെ കണ്ടീഷൻസ് ഉണ്ട്. സാധാരണ MOU-കൾ ഇന്ത്യയിൽ മാറ്റിയ ഒരുപാട് ചരിത്രമുണ്ട്. MOU-ൽ പറഞ്ഞതിന് ശേഷം MOU പിൻവലിച്ച ചരിത്രമുണ്ട്. ഞങ്ങൾക്ക് ഈ MOU-ൽ പറ്റില്ല എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷേ MOU-യുടെ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ, ഇന്നത്തെ മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 കാര്യം പറഞ്ഞിരിക്കുന്നു. MOU ക്യാൻസൽ ചെയ്യാൻ, സുവോമോട്ടോ ക്യാൻസൽ ചെയ്യാൻ കേന്ദ്രത്തിന് അധികാരമുള്ളൂ. ഓക്കെ, പക്ഷെ ക്യാൻസൽ ചെയ്യലല്ലോ. MOU-ൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂടി തീരുമാനിച്ചാൽ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. MOU-ലും ക്ലോസുകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. കരാറിലും ക്ലോസുകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. എഗ്രിമെൻറ്റിലും ക്ലോസുകൾക്കനുസരിച്ചാണ് വാടക ചീട്ട് എഗ്രിമെൻറ്റ് മുതൽ അന്താരാഷ്ട്ര കരാറുകൾ വരെ ഉണ്ടെന്ന് ഹരീഷ് വാസുദേവനെ നമ്മളെപ്പോലുള്ളവർ പഠിപ്പിക്കേണ്ടി വരുന്നത് മോശമാണ് ഹരീഷേ. അങ്ങനെ വാടക ചീട്ട് മുതൽ ഈ പറയുന്ന അന്താരാഷ്ട്ര കരാർ വരെയുള്ള കരാറുകളിൽ MOU ഉണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്, കരാറുണ്ട്, പല സാധനങ്ങളുണ്ട്. ഇതിൽ MOU അല്ല കരാർ. MOU എന്ന് പറയുന്ന വളരെ ലിബറൽ ആയിട്ടുള്ളൊരു വസ്തുവാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ PM ശ്രീയെ ന്യായീകരിക്കുന്നതല്ല കേട്ടോ, ഒപ്പിട്ടതിന് ചെയ്യേണ്ടതില്ല. ജലജീവ മിഷൻ എന്തെല്ലാം കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഹരീഷ് വാസുദേവൻ എന്നിടത്ത് വായിച്ചു നോക്കൂ. ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല.
82 പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കുക. അതിൽ ഒരു പദ്ധതി മാത്രമാണ് PM ശ്രീ. ഈ 81 പദ്ധതികളിൽ MOU ഉണ്ട്. NRHM, ആശാ വർക്കേഴ്സിൻ്റെ NRHM MOU ഉണ്ട്. കുടുംബശ്രീ പദ്ധതിക്ക് തരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തരുന്ന പൈസ MOU ഉണ്ട്. ദീനദല ഉപാധ്യായയുടെ പൈസ, അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി MOU ഉണ്ട്. അമൃത് പദ്ധതി, അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അമൃത് പദ്ധതി, അതിൽ MOU ഉണ്ട്. പിന്നെ PM ഉഷ MOU ഉണ്ട്. നെൽകൃഷിയുടെ കാര്യത്തിൽ MOU ഉണ്ട്. എല്ലാ പദ്ധതികളിലും 81 പദ്ധതികളിലും 82-ൽ ഞാൻ ഇതൊഴിച്ച് പറയുന്ന 81-ലും MOU ഉള്ളതിലെല്ലാം ഇതുപോലത്തെ അണ്ടർസ്റ്റാൻഡിങ് ധാരണകളുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കുന്നില്ല. DPP നമ്മൾ അതുപോലെ നടപ്പിലാക്കിയോ? SSA അതുപോലെ നടപ്പിലാക്കിയോ? RMCA നടപ്പിലാക്കിയോ? ഒന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കരാറാണ്, കരാർ ലംഘിക്കാൻ പറ്റില്ല. പിന്നെ അതിനേക്കാൾ ഇദ്ദേഹം പറഞ്ഞതാണ് ഒരു തമാശ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ 1947 മുതൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പുതിയ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ, NEP ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, വാട്ടർ പോളിസി ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നയങ്ങളോട് ജനങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിലിടുകയോ ചില ചർച്ചകളൊക്കെ നടത്താറുണ്ട്. ചില ചർച്ചകളും സ്റ്റേക്ക് ഹോൾഡർ വർക്ക്ഷോപ്പൊക്കെ നടത്താറുണ്ട്. അല്ലാതെ MOU ഒപ്പിടുന്നതിൻ്റെ ഭാഗമായി ആരാണ് ചർച്ച നടത്തുന്നത്? അതെന്ത് ജനാധിപത്യമാണ്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് 82 പദ്ധതികളിൽ MOU ഇട്ടു. ഈ 82 പദ്ധതികൾക്കും ആവശ്യമായ ചർച്ച നടത്തണമെന്നാണോ? അങ്ങനെ ചർച്ച നടത്തേണ്ടതാണോ? എന്തായി പറയുന്നത്? അപ്പോൾ വിവരക്കേടുകൾ പറയുക, ആ വിവരക്കേട് കേട്ടുകൊണ്ട് ആങ്കർ ഇരിക്കുക, അത് കാണാൻ ഒരു വലിയ സമൂഹം TV വെച്ചുകൊണ്ടിരിക്കുക. ഇത് വലിയ ഗുരുതരമാണ്. അതുകൊണ്ട് അബ്ജോദിനോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അബ്ജോദ്, ഇതുപോലത്തെ ചേട്ടന്മാരെ വിളിക്കുമ്പോൾ ചേട്ടന്മാരോട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരാൻ പറയണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റ് വിഷയത്തിൽ പഠിക്കാതെ വരരുതെന്ന് പറയണം. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അബ്ജോദിനും വിവരമില്ലായിരുന്നു, അല്ലെങ്കിൽ അബ്ജോദ് ഇടപെടണമായിരുന്നു. അവിടെ ഇരുന്ന ആസാദിനും വിവരമില്ലായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടർ ആസാദ് അവിടെ ഇരുന്നു, ആസാദിന് ഈ വിഷയത്തിൽ വിവരമില്ല, അല്ലെങ്കിൽ ആസാദ് ഇടണമായിരുന്നു. ആരും അതിനകത്ത് ഇടപെട്ടില്ല. കണ്ടുകൊണ്ടിരിക്കണം, നമുക്കത് ഇടപെടാൻ പറ്റുമോ? ഇടപെടുന്നതിന് പരിമിതി വേണമെങ്കിൽ നമുക്കൊരു കമൻറ്റ് ബോക്സിൽ ഒരു എന്തെങ്കിലും അടിക്കുക, അതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ മോശമായ ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ പറഞ്ഞത് എല്ലാം പൊട്ടത്തരമാണ്. നമ്മൾ MOU മാത്രമാണുള്ളത്. MOU എന്ന് പറയുന്ന ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതൊരു ധാരണാപത്രമാണ്. എല്ലാ പദ്ധതികളും, കേന്ദ്ര സർക്കാർ പണം തരുന്ന എല്ലാ പദ്ധതികൾക്കും അത്തരത്തിലൊരു MOU ഉണ്ടാകാറുണ്ട്. ആ MOU ഒന്നും ഇവിടെ സമൂഹത്തിൽ ആരോടും ചർച്ച ചെയ്യാറില്ല. ചർച്ച ചെയ്യൽ പ്രായോഗികവുമല്ല. അതിശയം പോളിസികൾ ഉണ്ടാക്കുന്നു, നയങ്ങൾ രൂപീകരിക്കും. NEP ചർച്ച ചെയ്തല്ലോ, രാജ്യത്ത് ഒരുപാട് ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് പലരും അതിനകത്ത് അഭിപ്രായം കൊടുത്തല്ലോ. വിവിധ സ്റ്റേറ്റുകൾ സ്റ്റേക്ക് ഹോൾഡർ വർക്ക്ഷോപ്പൊക്കെ നടത്തിയല്ലോ. അത്തരം വാട്ടർ പോളിസി, പിന്നെ മറ്റ് എൻവയോൺമെൻറ്റൽ പോളിസികൾ, അതൊക്കെ നടക്കും. അല്ലാതെ സർക്കാരുകൾ, ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഫണ്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഗൈഡ് ലൈൻ കൂടി താഴോട്ട് കൊടുത്ത്, ഒരു MOU കൂടി താഴോട്ട് കൊടുത്ത്, ആ MOUയിൽ നിങ്ങളൊന്ന് ഒപ്പുവയ്ക്കണം, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം കാര്യങ്ങൾ, ഇതിനാണ് നിങ്ങൾക്ക് ഫണ്ട് തരുന്നത്, ഇന്ന പദ്ധതിയിലാണ് ഫണ്ട് തരുന്നത്, ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു വളരെ വലിയൊരു ക്യാൻവാസിൽ വരുന്ന ഒരു പേപ്പറാണ് MOU. അത് ഒപ്പിടുന്നതിന് മുമ്പേ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമായിട്ട് ചർച്ച ചെയ്യണമെന്നൊക്കെ പറയുന്നത്, എൻ്റെ പൊന്ന് ഹരീഷ് വാസുദേവ്, സാഷ്ടാംഗം നമസ്കരിച്ചു. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏഷ്യാനെറ്റ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യണം. പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, നിങ്ങൾക്കൊരുപാട് റീച്ചുണ്ട്. പക്ഷേ വിവരമുണ്ടെന്ന് ഉള്ളവരെയോ വിവരമുണ്ടെന്ന് ധരിക്കുന്നവരെയോ കൊണ്ടുവന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ മൊത്തത്തിലൊരു വിവരക്കേട് വരും.